എറണാകുളം കുന്നത്തുനാട്ടിൽ വാടക വീട്ടിൽ തെരുവ് നായകളെ അനധികൃതമായി പാർപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കി സമീപവാസികൾ. അസഹനീയമായ ദുർഗന്ധവും നായ്ക്കളുടെ കുരയും കാരണം ജീവിതം ദുസ്സഹമായെന്നും ഇതേ തുടർന്നാണ് പ്രതിഷേധിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ വാദം. യുവതിക്ക് നായ വളർത്തൽ കേന്ദ്രത്തിനുള്ള ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തിയിരിക്കുകയാണ്. അമൽനാഥ് പാടിച്ചാൽ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അമൽനാഥ്, ഒരു വീട്ടിൽ നിരവധി നായകളെ വളർത്തുകയായിരുന്നോ ഈ യുവതി? നാട്ടുകാർ പറയുന്നത് എന്താണ്? അവരുടെ ഒരു ജീവിത സാഹചര്യം ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ്? മനു, കഴിഞ്ഞ ജനുവരിയോടുകൂടിയാണ് ഇത്തരത്തിൽ കുന്നത്തുനാട്ടിലെ ഒരു വീട് വാടകയ്ക്കെടുത്ത് 42ഓളം നായകളെ ഇവർ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ നായകളും ഒപ്പം തന്നെ പൂച്ചകളടക്കം മൊത്തം 60 മൃഗങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സമീപവാസികളുടെ ഭാഗത്തു നിന്നും ഉള്ളത്. അതായത് ഈ നായകളുടെ കുര, ഒപ്പം തന്നെ ഈ നായകളുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഇത്തരത്തിൽ, അതായത് നായകൾ പുറത്തേക്ക് ഇറങ്ങുന്ന അത്തരത്തിലുള്ള ആക്രമണങ്ങൾ അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സമീപവാസികൾ പ്രതിഷേധവുമായി സ്ത്രീകളടക്കം രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉള്ളത്. ഈ വീണ ജനാർദ്ദൻ എന്നാണ് ഈ ഒരു സ്ത്രീയുടെ പേര്. ഇവർ ഈ ഒരു വീട് വാടകയ്ക്കെടുക്കുകയായിരുന്നു. ഈ വീട് വാടകയ്ക്കെടുക്കുന്ന സമയത്ത് ഇത് വീട്ടുടമയോട് സൂചിപ്പിച്ചിരുന്നത് നായകളെ താൻ വളർത്തുന്നുണ്ട്, താൻ ഒരു റെസ്ക്യൂവറാണ്, നായകളെ വളർത്തുന്നുണ്ട് എന്നാണ്. ഏകദേശം ഒരു 3-4 നായകൾ ഉണ്ടാകുമെന്നായിരുന്നു ഈ വീട്ടുടമ ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പിന്നീടാണ് ഇത്തരത്തിൽ 40-ന് മുകളിൽ നായകൾ ഈ ഒരു വീട്ടിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് അമൽനാഥ്, ഇത് പറയുന്നത് കേട്ടു മിനി മൃഗശാല നടത്തുന്നത് പോലെയുണ്ട്. 42 നായകളും പൂച്ചകളും ഒക്കെ ആയിട്ട് 60ഓളം മൃഗങ്ങൾ ഒരു വീട്ടിൽ താമസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസോ അനുമതി പത്രമോ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ മൃഗങ്ങളെ കൂട്ടത്തോടെ താമസിപ്പിക്കുന്നതിൽ ഇവർക്ക്? അതുമായി ബന്ധപ്പെട്ട പരിശോധനകളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ മൃഗങ്ങളെ വളർത്തുവാനുള്ള ഒരു തരത്തിലുള്ള ലൈസൻസ് ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം അറിയിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതോടുകൂടി പ്രതിഷേധം ശക്തമാവുകയാണ്. ഒപ്പം തന്നെ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നുള്ള നായ്ക്കളെ മറ്റ് സെൻറ്ററിലേക്ക് മാറ്റുവാനുള്ള നിയമ നടപടിയിലേക്കായിരിക്കും കടക്കുക. അത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തുമെന്നാണ് ഈ സമീപവാസികൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികളടക്കം സ്കൂളിലേക്കടക്കം പോകുന്ന ഒരു പ്രധാന വഴിക്ക് തൊട്ട് സമീപമുള്ള ഒരു വീട്ടിലാണ് ഇത്തരത്തിൽ നായകളെ പാർപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴായി വീട്ടിൽ നിന്നും നായകൾ കെട്ടഴിഞ്ഞു പുറത്തേക്ക് പോയ സംഭവങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടമുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധവുമായി ജനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ജനപ്രതിനിധികളടക്കം ഇത്തരത്തിൽ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ജനപ്രതിനിധികളോടൊന്നും തന്നെ സംസാരിക്കാൻ ഈ വീട്ടിലെ സ്ത്രീ, അതായത് ഈ ഒരു നായകളെ വളർത്തുന്ന സ്ത്രീ തയ്യാറായിരുന്നില്ല. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മതിൽ പൊളിച്ച് അകത്ത് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മതിൽ പൊളിച്ചത് ഈ ഒരു വീട്ടുടമയുടെ മകൻ തന്നെയായിരുന്നു. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ അടക്കമുണ്ടായി. ഇനി അതൊരു നിയമ നടപടിയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അറിയുന്നത്. ശരി, അമല് വിവരങ്ങൾ നൽകിയത് കൊച്ചി.